no prime minister before him has opened agriculture to American agriculture. ഇതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ കാർഷിക രംഗം ഒരു വിദേശ രാജ്യത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. Large American mechanized farms are going to compete with small Indian labor intensive farms. വളരെ വലിയ സാങ്കേതിക വൈദഗ്ധ്യമുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ കർഷകരുമായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് പുറത്തു നിന്നും വരുന്ന ഈ പുതിയ ആളുകളുടെ ആഗമനത്തോടുകൂടി, കരാറിലൂടെ തുറന്നു കൊടുത്തിട്ടുള്ളവരുടെ ആഗമനത്തോടുകൂടി. The result is going to be devastation in our agricultural sector, devastation for our cotton farmers, our corn farmers, our dal farmers, our fruit farmers. നമ്മുടെ ഭക്ഷ്യവിഭവങ്ങൾ, നമ്മുടെ ധാന്യങ്ങൾ, നമ്മുടെ പയർവർഗ്ഗങ്ങൾ അതെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകരെ തകർക്കുന്നതാണ്. ആ കാർഷിക മേഖലകളെ മുഴുവൻ തകർക്കുന്ന രീതിയിലാണ് ഈ അമേരിക്കയുമായുള്ള കരാർ ചെന്ന് അവസാനിക്കുക. And our soya farmers, soybean. അതുപോലെ നമ്മുടെ സോയാബീൻ, ഈ മേഖലകളിലെല്ലാം നടക്കുന്ന കൃഷിയെ തകർക്കുന്നതായിരിക്കും ഈ കരാർ. The second thing the Prime Minister has signed away is our energy security. ഊർജ സുരക്ഷ ആ പ്രധാനപ്പെട്ട മേഖലയാണ്, വളരെ സങ്കീർണമായിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലയാണ് ഇതിലൂടെ പ്രധാനമന്ത്രി വിദേശ ശക്തികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത്. Imagine that the Prime Minister of India has committed to President Trump that India will only buy oil from who America wants it to buy oil. അമേരിക്ക പറയുന്നവർക്കും അവർ ഇഷ്ടപ്പെടുന്നവർക്കും ഏത് രാജ്യമാണോ അവിടെ നിന്ന് മാത്രമേ എണ്ണ വാങ്ങൂ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയുമായി പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടോ എന്ന രംഗം ഒന്ന് ഭാവനയിൽ സങ്കല്പിച്ചു. Imagine that a country as powerful as ours has to take permission from the United States if it wants to buy oil from Russia. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ വേണ്ടി അമേരിക്കയുടെ സമ്മതത്തിന് വേണ്ടി ഇന്ത്യ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമോ എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. The third thing that President Trump has extracted from the Prime Minister is Indian data. ട്രംപുമായി ഒപ്പിട്ടുള്ള കരാറിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല എന്ന് പറയുന്നത് തീർത്തും രഹസ്യമായിട്ടുള്ള ഡാറ്റ വിവരങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. The most valuable asset that India has is the data that we produce. ഇന്ത്യയുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഡാറ്റയാണ്, ഡാറ്റയുമായി സംബന്ധിച്ചിട്ടുള്ള വിവരശേഖരമാണ്. Any talk about AI has to be based on data. നിർമ്മിത ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രവർത്തനവും And our 1.4 billion people produce the largest amount of data on the planet. നമ്മളാകട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡാറ്റ വിവരശേഖരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. This includes medical data, it includes data on movement of people, it includes communication data. ഇത് ചികിത്സാ രംഗത്തുള്ള ഡാറ്റ, വൈദ്യശാസ്ത്ര രംഗത്തുള്ള ഡാറ്റ, ജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ യാത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വളരെ വികാരസാന്ദ്രമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഡാറ്റയാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. All of it has been signed away by Prime Minister Modi. ഇതെല്ലാം പ്രധാനമന്ത്രി മോദി ഒപ്പിട്ട് വിദേശ ശക്തികൾക്ക് വേണ്ടി അടിയറവ് പറഞ്ഞു വെച്ചു കൊടുത്തിരിക്കുകയാണ്. And the final thing he has done, he has promised President Trump that we will buy billions of dollars of imports from the United States. 9 lakh crore imports from the United States every year. 9 ലക്ഷം കോടി ഓരോ വർഷവും അമേരിക്കയിൽ നിന്ന് അത് വിലമതിക്കുന്ന സാധനങ്ങൾ വാങ്ങുമെന്നതാണ് ഈ കരാറിൽ ട്രംപുമായി ഒപ്പിട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ. I am pretty certain that no Indian Prime Minister would do this under natural circumstances. ഒരു പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യം ഭരിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ് ഇതിലൂടെ പ്രധാനമന്ത്രി. I am confident that Narendra Modi would not sell the Indian farmer Indian data under normal circumstances. വളരെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ
ഇതിലൂടെ ഉരുത്തിരിയുന്നു മാത്രമല്ല, ഇതിലൂടെ രാജ്യത്തെ കർഷക സംവിധാനത്തെ, രാജ്യത്തെ വിവരശേഖരത്തെ പ്രധാനമന്ത്രി വിൽക്കുകയാണ് ചെയ്തത് എന്നിവിടെ ഉന്നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. The only reason the Prime Minister has done this deal is because the Prime Minister of India has been compromised. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ വളരെ വലിയ വിട്ടുവീഴ്ചകൾക്ക് പ്രധാനമന്ത്രി വിധേയനാകേണ്ടി വന്നു എന്നുള്ളതാണ്. There are 3.5 million Epstein files that have still not been revealed. എത്രയോ എപ്സ്റ്റീൻ ഫയലുകൾ, അസംഖ്യം ഫയലുകൾ അനാവരണം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. And the Prime Minister of India is terrified that the United States will release those files. ഈ ഫയലുകളെല്ലാം തന്നെ ഉടൻ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് ഇതിനകം പ്രഖ്യാപിക്കപ്പെട്ട് കഴിയുകയും. Anil Ambani, a close confidant of the Prime Minister's name, is in those files. ആ ഫയലുകളിൽ പ്രധാനമന്ത്രിയുടെ പേരുണ്ട് എന്നുള്ളതും ഇവിടെ ഇതിനകം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. Hardeep Puri's name is in those files. Hardeep പുരിയാണ് ഈ പേര് ആ ഫയലുകളിൽ തീർച്ചയായും ഉണ്ടെന്ന് വ്യക്തമാക്കിയത്. And we are confident that there are many other names in these files. പല പേരുകളും ഇനിയും ഈ ഫയലുകളിൽ ഉണ്ടാകും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. On the other side, the United States has a criminal case on Mr. Adani. അതുപോലെ തന്നെ അദാനിയെ പോലുള്ളവരുടെ പേരുകളും അമേരിക്കയുടെ മറ്റ് രേഖകളിൽ തീർച്ചയായും കാണാൻ സാധിക്കുന്നു. And Prime Minister Modi is terrified that the finances of the BJP and his finances will be revealed to the people of India. ഈ പേരുകളെല്ലാം തന്നെ ഇന്ത്യയിലെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വിവരിക്കും, അത് വ്യക്തമാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. And that is why the Prime Minister panicked and signed the US-India deal. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പരിഭ്രമിച്ച് അമേരിക്കയുമായുള്ള കരാറിൽ ഒപ്പിടാൻ പ്രധാനമന്ത്രി നിർബന്ധിതനായി തീർന്നത്. If you go on YouTube and you search, you will find that President Trump is openly threatening the Prime Minister of India. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി ഭീഷണിപ്പെടുത്തുന്ന വിദേശ ശക്തികളെ കുറിച്ച് ഈ കാര്യത്തിൽ ഫയലുകളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ. He openly says that he can destroy the career of Mr. Modi. മോദിയുടെ കരിയർ തന്നെ തകർക്കുമെന്ന രീതിയിലുള്ള വലിയ വിശദീകരണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.